ഹലോ നമസ്കാരം, വെൽക്കം ടു Reshmahappyland. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു ഗ്ലാസ് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എനിക്കും കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണേ. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുക്കാനായിട്ട് മറന്നുവല്ലേ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗ്ലാസ് കേക്കിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ജെലാറ്റിൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ 1.25 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാ നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനി നന്നായിട്ടൊന്ന് ചൂടായ ശേഷം 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ പഞ്ചസാരയെല്ലാം നന്നായിട്ടൊന്ന് ലയിച്ച ശേഷം നമുക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം ജെലാറ്റിൻ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി. ഇനി നമുക്ക് ഇതിലേക്ക് ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം ജെലാറ്റിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജെലാറ്റിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൈന ഗ്രാസ് ചേർക്കാം. അപ്പോൾ അത് കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജെലാറ്റിൻ എല്ലാം ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആവും കേട്ടോ. അപ്പോൾ കട്ട ഉണ്ടെന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെല്ലാം ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവും. ഇനി ഇത് നന്നായി ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കണേ. അതിനുശേഷം നമ്മൾ ഏത് മോൾഡാണോ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് ഇതുപോലെ വലിയ 2 സ്പൂൺ ജെലാറ്റിൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊന്ന് 3-4 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുക. അതിനുശേഷം മാത്രമേ ഫ്രൂട്ട്സ് വെക്കാവൂ കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഫ്രൂട്ട്സ് ഒന്നും നമ്മൾ വെച്ച് കൊടുക്കരുത്. ഒരു 3-4 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഡിസൈനിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ തരത്തിലുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കിട്ടുമോ അതെല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയൊരു കേക്കാണ്. ഈ കേക്കല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്ന കാണിക്കുന്നത്. ഈ കേക്ക് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയ കേക്കാണ്. അത് ഒരു 7-8 മണിക്കൂറെങ്കിലും നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ പുറത്ത് വെച്ചേക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നല്ല ചൂടായത് കാരണം ഇതൊന്നും സെറ്റായില്ല. അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ ഫ്രൂട്ട് സാലഡ് ആക്കിയാണ് കഴിച്ചത്. പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയ കേക്ക് ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേക്ക് എനിക്ക് നല്ലോണം കിട്ടുകയും ചെയ്തു. ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചു. ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയതെങ്കിൽ നാളെ ഉച്ചയ്ക്കാണ് അത് കട്ട് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നല്ല ചൂടായത് കാരണമാണത് ഈ ആദ്യത്തെ കേക്ക് ഒന്നും സെറ്റ് ആവാതെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ആ ഫ്രൂട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇട്ടു. ഇനി ഇതിന് മുകൾ ഭാഗം വരെ നമുക്ക് ആ ബാക്കിയുള്ള ജെലാറ്റിൻ ഒഴിക്കാം. ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം ഒഴിക്കുക. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ചേർത്ത ജെലാറ്റിൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ബാക്കി വരുന്ന ജെലാറ്റിനിലാണ് ഞാൻ ഈ കളർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ടാണ് വെച്ചിരുന്നത്. അത് പിറ്റേന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും. കേക്കെല്ലാം സെറ്റായി സെപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് സമയം ചൂടുവെള്ളമില്ലേ, ചെറിയ ചൂടുവെള്ളത്തിൽ ഇതിൻ്റെ അടിഭാഗം ഒന്ന് ഇറക്കി വെച്ചേക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഗ്ലാസ് കേക്ക്. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അകത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടായിരിക്കും ഇതിന് ഗ്ലാസ് കേക്ക് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കേക്കല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കേക്കായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ. ഹൽവയൊക്കെ കട്ട് ചെയ്യില്ലേ, അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.